അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാനിൻ്റെ കൊല്ലപരീക്ഷ പേപ്പർ ഡിസ്കഷനാണ്. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചേരുംപടി ചേർക്കലാണ്. ഒന്ന്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം, ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ട്, സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ നമീമത്ത് പറയുന്നവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ. മൂന്ന്, അയൽവാസികളെ സ്നേഹിക്കണം. അടുത്തത്, ഖുറാസാനിലെ മഹാപണ്ഡിതൻ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. അടുത്ത്, നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഓക്കെ. 6, നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം. ഇതൊരു പാട്ടിലുള്ള വരികളാണ് കേട്ടോ. അവസാനത്തെ ഈ ഒരു ക്വസ്റ്റ്യന് നമീമത്ത് എന്നുള്ള പാഠത്തിലുള്ള പാട്ടിലുണ്ട്, അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, 2 വീതം എഴുതാം. ഇവിടെ 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ഓരോന്നിനും ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് 2 കാര്യങ്ങൾ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അയൽവാസിയോടുള്ള കടമകൾ 2 എഴുതാം. വിരുന്നിൻ്റെ മര്യാദകൾ 2 എഴുതാം. സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണം അത് 2 എഴുതാം. അത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കാണാം. അയൽവാസിയോടുള്ള കടമകൾ പേജ് നമ്പർ 8 അതിന് ഉത്തരം വരുന്നത്. ഇതാണ് അയൽവാസികളോടുള്ള കടമകൾ. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 2 നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള 2 പഠിച്ചു വെക്കലാണ് സാധാരണ. അപ്പോൾ ഇതൊക്കെ എല്ലാ വർഷവും വരുന്ന ക്വസ്റ്റ്യൻ മോഡലുകളാണ്. അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 3 വീതം എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതിയാൽ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അടുത്തത്, വിരുന്നിൻ്റെ മര്യാദകൾ പേജ് നമ്പർ 10. വിരുന്നിൻ്റെ മര്യാദകൾ ഇവിടെ 10ലും 11ലുമായിട്ട് ഒരുപാട് മര്യാദകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എഴുതാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത്രയാണ് വിരുന്നിൻ്റെ മര്യാദകൾ. ഇതിലേതെങ്കിലും 2 എഴുതാം. അടുത്തത്, സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. പേജ് നമ്പർ 15 അതിനെപ്പറ്റി കാണാം. സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ: പുഞ്ചിരിക്കുന്ന മുഖം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം. ഇത്രയാണ് സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ. ഇതിലേതെങ്കിലും ഒരു 2 എഴുതാം, ഫുൾ മാർക്ക് കിട്ടും ഇൻഷാല്ലാഹ്. അടുത്തത് സെക്ഷൻ 3, പൂർത്തിയാക്കാം. ഇതിൽ 3 ക്വസ്റ്റ്യനാണുള്ളത്. ഇവിടെ കൊടുത്ത വാക്യത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കിതാബിലുള്ളത് പോലെ എഴുതി പൂർത്തിയാക്കണം. അതാണ് ഇവിടെ ടാസ്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫ അഹ്സിൻ ഖുലുഖി എന്നാണ്. പേജ് നമ്പർ 16 അതിൻ്റെ ഉത്തരമുണ്ട്. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫ അഹ്സിൻ ഖുലുഖി, സൽസ്വഭാവത്തിൻ്റെ പാഠത്തിലുള്ളത്. രണ്ടാമത്തെ, മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ എന്നാണ് ഉത്തരം. പേജ് നമ്പർ 18 18 കൽബിന് കാവലിരിക്കും എന്ന പാഠത്തിൽ ചില സ്വഭാവങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ 2ാമത്തെ പോയിന്റിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ, ഇതാണ് കേട്ടോ അതിലുത്തരം. 3, കോപം അടക്കാനുള്ള മാർഗം ഇരിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്തിട്ട് പൂർത്തിയാക്കി കൊടുക്കുക. പേജ് നമ്പർ 22 അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കോപം അടക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ കുറേ പറയുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കലാണ് അതിൻ്റെ ബാക്കി ഭാഗം. ഇതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്, കിടക്കൽ.
അപ്പോൾ അങ്ങനെ എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും. ഇനി അടുത്ത പേജിൽ സെക്ഷൻ 4 ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അസൂയ എന്നാൽ എന്താണ്? അപ്പോൾ ഇവിടെ ഉത്തരങ്ങൾ നമ്മൾ പഠിച്ച ഉത്തരങ്ങൾ ഓരോന്നിനും കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതി കൊടുക്കുക. ഒന്ന്, അസൂയ എന്നാൽ എന്താണ്? പേജ് നമ്പർ 24. അസൂയയുടെ പാഠത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രാവശ്യം പുതിയ പുസ്തകത്തിൽ അത്തരത്തിലുള്ള നിർവചനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ബോക്സിലൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് തന്നെയോ അല്ലെങ്കിൽ ഇതുപോലുള്ളതോ എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഗീബത്ത് എന്നാൽ എന്താണ്? പേജ് നമ്പർ 27. തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരം. തൻ്റെ സഹോദരനെ പറ്റി അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയൽ. അത് ഈ ഒരു ആശയത്തിൽ ഏതൊരു രീതിയിൽ നമുക്ക് എഴുതാം. തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയൽ. അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും ആശയം വ്യതിചലനം ഇല്ലാതെ നമുക്കത് എന്താക്കാം, നിർവചിക്കാം, ഉത്തരമായിട്ട് എഴുതാം. അങ്ങനെ എഴുതിയാൽ നമുക്കതിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, പിന്നെ ആരാണ് യഥാർത്ഥ ശക്തൻ? അത് കോപം, ദേഷ്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന പാഠമാണ്. പേജ് നമ്പർ 22 അതിന് ആൻസർ ഉള്ളത്. ഹദീസിൻ്റെ അർത്ഥമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അപ്പോൾ ഇത് നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിട്ട് കോപം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ, ആ രീതിയിൽ എഴുതിയാൽ മതി. ഇത് അതേപോലെ തന്നെ പിന്നെ എഴുതണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉത്തരം മാത്രം എഴുതാം. കോപം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 4, നമീമത്ത് എന്നാൽ എന്ത്? പേജ് നമ്പർ 30 ഏഷണിയുടെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നോക്കാം. ഇത് അവസാന ഭാഗത്ത്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്, ഏഷണി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ഇനി അടുത്തത് 5, സെക്ഷൻ 5 പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ വിട്ട ഭാഗങ്ങൾ നമ്മൾ തെറ്റാതെ എഴുതണം. ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ എഴുതണം, എന്നാലേ അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഒന്നാമത്തത്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി ഡേഷ് റദ്ദല്ലാഹു അൻ ഡേഷ് നാറ യൗമൽ ഖിയാമ. ഇത് നമ്മൾ ഗീബത്തിൻ്റെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. പേജ് നമ്പർ 28. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി അഖീഹി. അപ്പോൾ ഇവിടെ നമ്മൾ വിട്ടത് ഇർളി അഖീഹി എന്നുള്ളത് ചേർത്ത് കൊടുക്കണം. ചെറിയ വാക്യമാണ് അവിടെ ചേർക്കാനുള്ളൂ. റദ്ദല്ലാഹു അൻ വജിഹിഹി, റദ്ദല്ലാഹു അൻ വജിഹിഹി എന്നാണ് ഇവിടെ ചേർത്ത് എടുക്കേണ്ടത്. നാറ യൗമൽ ഖിയാമ. അപ്പോൾ അത് 2 ചെറിയ വാക്യങ്ങൾ കൊണ്ടാണ് അത് പൂരിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അടുത്തത് ഇയ്യാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലു ഡേഷ് കമാ തഅ്കുലു ഡേഷ് അൽ ഹതബ. അതിനുത്തരം അസൂയയുടെ പാഠത്തിലുണ്ട്. പേജ് നമ്പർ 25 അതിൻ്റെ ഹദീസ് ഉണ്ട്. ഇയ്യാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൻ നാർ ഹത്തബ്. ഇത്രയേ ഉള്ളൂ. ചെറിയ രീതിയിലും ഉള്ള വാക്യങ്ങൾ മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. ആ രീതിയിലാണ് ഫസ്റ്റ് പേപ്പർ ആക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് സെക്ഷൻ 6 ക്രമത്തിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, അൽ ജന്ന ലാ യദ്ഖുലു നമ്മാം. പേജ് നമ്പർ 31 നമീമത്തിൻ്റെ പാഠത്തിലാണ്. ചെറിയൊരു ഹദീസാണ്, നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളൊരു ഹദീസാണ്. അത് ഉത്തരം ഇതാണ്, ലാ യദ്ഖുലു ജന്നത നമ്മാമൻ. ഈ ഒരു രീതിയിൽ ഇതിനെ ശരിയാക്കിയിട്ട് എഴുതാം. ഇതാണ് ടാസ്ക്. ഇനി രണ്ടാമത്തത്, ഫൽ യസ്ൽ റഹ്മഹു വൽ യൗമിൽ ആഖിർ മൻ കാന യുഅ്മിൻ. പേജ് നമ്പർ 5 അതിൻ്റെ ഉത്തരമുള്ളത്. ഒന്നാമത്തെ പാഠം, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യസ്ൽ റഹ്മഹു. ഈ ഒരു രീതിയിൽ അതിനെ ക്രമത്തിലാക്കിയിട്ട് എഴുതാം. ഇനി നമ്മൾ 7 വേർതിരിക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യനും യോജിച്ച ഓപ്ഷനുകൾ എടുത്തിട്ട് നമ്മളിവിടെ വേർതിരിച്ച് എഴുതി കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഗീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പേജ് നമ്പർ 28 ആ മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. ഇതാണ്, ഗീബത്ത് പറയുന്നവൻ്റെ നന്മകൾ ഗീബത്തിന് ഇരയായവർക്ക് അല്ലാഹു നൽകും എന്ന ബോധം ഉണ്ടാക്കുക. 2, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഇത് രണ്ടും അവിടെ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക എന്നുള്ളത് ഗീബത്തിൻ്റെ ഭാഗത്ത് എഴുതേണ്ടതാണ്. സ്വന്തം കുറവുകൾ തിരിച്ചറിയുക.
അപ്പോൾ സ്വന്തം കുറവുകൾ തിരിച്ചറിയുക, ഇതും ഈബത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ 3ഉം 4ഉം ഓപ്ഷന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇനി അടുത്തത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നല്ലവരുമായി കൂട്ടുപാടുക എന്നുള്ളത് നമീമത്തിൽ നിന്നിൻ്റെ ഓപ്ഷന് ഉത്തരങ്ങളാണ്. നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ആദ്യത്തെ 2 ഓപ്ഷനുകളും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നല്ലവരുമായി കൂട്ടുകൂടുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ ഡിസ്കഷന്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.